തേക്കിൻ കാർഡും ഫ്ലവേഴ്സും ചേർന്നൊരുക്കുന്നു ആരവം നിറയ്ക്കുന്ന തേക്കിൻ കാർഡ് കാർണിവൽ 2021 നവംബർ 2 ദുബായ് എത്തിസലാത്ത് അക്കാദമി. കുഞ്ഞിലെ ഞാൻ പറയുമായിരുന്നു മറുനാട്ടിൽ വന്നാലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പൊ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇനി ബോംബെ വരെ വന്നത്. അതൊക്കെ ഒരു കഥ. ഹലോ, ഞാൻ ഇവിടെ സേഫ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ആ പിന്നെ ഈ കോള് കട്ടായി കഴിഞ്ഞാൽ എന്നെ വിളിച്ചാ കിട്ടത്തില്ല. ഞാനേ ഈ സിം എടുത്തങ്ങ് വിഴുങ്ങാൻ പോവാ. ശരി ശരി, ഒരു ചായ. സാറിനൊരു ചായ. ഇത്തിരി പെട്ടെന്ന് വേണേ, തിരക്കുണ്ട്. അയ്യോ അച്ഛൻ, എന്റെ അച്ഛല്ല അമ്മായി അച്ഛൻ, ഞാൻ നേരത്തെ എന്തിനു പറയുന്നെല്ലാം പൊളിയോ എന്റെ ദൈവം. ഇതുവരെ ചായ റെഡി ആയില്ലേ? അയ്യോ, ഐഡിയ ഐഡിയ ഐഡിയ. ചായ പിടിക്കട്ടെ. ചായ. താന്നിനാടോ മുഖം മറച്ചിരിക്കുന്നേ? ഞാൻ എന്നെ പെണ്ണ് കാണാൻ വന്നൊന്നും അല്ലല്ലോ. ചായ കുടിച്ചിട്ട് പോവാൻ നോക്കി, ഇവിടെ ഗുണ്ടയുണ്ട്. ആ എങ്കിൽ ഒരുപാട് മൊരിയാത്ത നോക്കി ഒരെണ്ണം ഇങ്ങ് എടുക്ക്. എന്താന്ന്? പോണ്ട. എടോ പോണ്ടല്ലെന്ന് ദാതയുണ്ട്. പിന്നെ ഈ സ്ഥലം അത്ര ശരിയല്ല. അതിനാ സ്ഥലം വാങ്ങാൻ വന്നല്ല. കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഹാജി മത്താൻ വരും. പുള്ളി വന്നു കഴിഞ്ഞാ പിന്നെ ചോര പുഴ ഒഴുകും. എന്റെ ദൈവമേ, നാട്ടിൽ നിന്ന് ഇത്തിരി രക്ഷപ്പെടാനാണ് ഇങ്ങോട്ട് വന്ന. അപ്പൊ ഇവിടെയും കുറെ ഗുണ്ടയുണ്ടേക്ക്. ഞാൻ പോണേ. അയ്യോ ഭാഗ്യം. ആ വിചാരിച്ചിന്നെല്ലാം പൊളി വന്നു. ആ വന്നിട്ട് പോയത് ആരെന്നറിയാമോ? എന്റെ ഒരേ ഒരു അമ്മായിയപ്പൻ തന്റെ മോളെ ഒന്നെങ്കിൽ ഒരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. എന്റെ ഭാഗ്യത്തിന് അങ്ങേരി പോയി. അതെ, ചായക്ക് എത്ര രൂപയായി? 10 രൂപ ചേട്ടാ. യു സുരേഷ് കൃഷ്ണ, യെസ്, എന്റെ മരുമകൻ. നീയല്ലേടാ നാട്ടിൽ പറഞ്ഞ നിനക്ക് ബോംബെയിലെ രത്നചന്ദ്രന്റെ ബിസിനസ് ആണെന്ന്? ഈ കിടക്കണ തീക്കട്ടയാണോടാ നിന്റെ രത്നചന്ദ്രൻ? എന്റെ മോളെ വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് കെട്ടിയിട്ട് അവ ഈ ചായക്കടയിൽ ചായടിയാണോടാ നിന്റെ ബിസിനസ്? അതെന്താ ബിസിനസ് അല്ലേ? എന്റെ മോള് ഞാൻ രാവെന്നോ പകലെന്നോ അറിയിപ്പിക്കാതെ പഠിപ്പിച്ചതാ. എന്റെ മോള് ഓട്ടത്തില് ചാട്ടത്തിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു. അത് ശരിയാകട്ടോ. ചാടാൻ അറിയാവുന്നതുകൊണ്ടാണ് എന്റെ കൂടെ ചാടി വന്നത്. അവളെയല്ലേ നീ ഇവിടെ കൊണ്ടിട്ട് നരകിപ്പിക്കുന്നത്? ഒരുമാതിരി വർത്താനം പറയരുത്. ഞാൻ ഇവിടത്തെ പുകയും ചൂടൊക്കെ കൊള്ളുമെങ്കിലും എന്റെ ഭാര്യ ഞാനത് കൊള്ളിച്ചിട്ടില്ല. എനിക്ക് കാശൊരു വിഷയമേ അല്ല അവൾക്ക് വേണ്ടി ചെലവാക്കാൻ, കേട്ടോ. ഞാനിപ്പോ അവക്കൊരു വലിയ പീനട്ട് കമ്പനി ഇട്ടുകൊടുത്തേക്കുവാ. അവളിപ്പോ MD-യാ. ചേച്ചി കപ്പലിന്റെ വേണം? 10 രൂപ എടുക്കട്ടെ? എങ്ങനെ വാങ്ങിക്കാൻ? വായിക്കാതെ മുറുകാൻ വെച്ചോണ്ടിരിക്കുവല്ലേ. വരണ് എല്ലാം തുലച്ച്. ചേട്ടാ കപ്പലിന്റെ വേണോ? ചൂടുള്ളാണെങ്കിൽ ഒരു 10 രൂപ എടുത്തോ. ചേട്ടാ മകളെ പാതിമലരേ, നീ മനസ്സിലെന്നെ അറിയുന്നു, കനവും പോയ ദിനം. മോളെ പാർവതി, അച്ഛാ നീ എന്താടി ഈ കോലത്തില്? എനിക്കിവിടെ കപ്പലിന്റെ കച്ചവടം അച്ഛാ. നീയല്ലേടാ പറഞ്ഞ ഏതോ വലിയ പീനട്ട് കമ്പനിയിലെ MD ആണെന്ന്? അതെ, ഞാൻ പറഞ്ഞാൽ എന്താ കുറ്റം? പീനട്സ് എന്ന് വെച്ചാൽ എന്തോന്നാ? കപ്പലണ്ടി. അതല്ലോ, അവള് ഇപ്പൊ എന്തുവാ ഇരിക്കുന്നത്? കപ്പലണ്ടി. അപ്പൊ പിന്നെ അവള് കപ്പലണ്ടിയുടെ ഓണർ അല്ലേ? അവള് പീനട്സ് കമ്പനിയുടെ ഓണർ അല്ലേ അവള്? നീയല്ലേ പറഞ്ഞ ഇവക്ക് വേണ്ടി പീനട്സ് കമ്പനി ഉണങ്ങാൻ എത്ര ലക്ഷം നീ ചെലവാക്കിയെന്ന്? പിന്നെ അല്ലയോ, 3 കുട്ട മണലിലും ഒരു ചീനച്ചട്ടിക്ക് എത്ര രൂപയാന്നാ വിചാരം? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുവോ അത്? ഞാൻ എന്തോ കഷ്ടപ്പെട്ട് അതൊന്ന് സെറ്റാക്കി കൊടുത്തു. എന്നാലും എന്റെ കൊച്ചിന്റെ ഒരു അവസ്ഥ. എന്റെ പൊന്നച്ഛ, അച്ഛൻ ഇപ്പൊ എന്തേലും പറയാനുണ്ടോ? അച്ഛൻ ഇപ്പൊ എന്തേലും പറയാനുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. നിന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയാടി. എന്ത് കണ്ടിട്ടാടി നീ ഇവന്റോട് ഇറങ്ങി വന്നത്? ചേട്ടന്റെ ചായടി. ആക്ടർ വിജയ് വരെ ചേട്ടന്റെ ചായ കുടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ അങ്ങനെ ഇപ്പൊ അഭിനയം നിർത്തിയിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത്. എന്റെ മോളെ, എനിക്ക് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കാണേണ്ടി വന്നല്ലോ. ഇതൊന്നും അല്ലെന്നേ. ഉച്ച സമയത്തൊക്കെ ബീച്ചിൽ ചെല്ലണം. ഇവൾ ഉച്ചയിൽ വെയിലടിച്ച് എന്തോ ഇരുപ്പായിരിക്കുന്നത്. നിനക്കൊരു നല്ല തുണിയെങ്കിലും വാങ്ങിച്ചിട്ടൂടെ മോളെ? ഓ പിന്നെ കപ്പലണ്ടി കച്ചവടക്കാരി ഇപ്പം പട്ടുതാരി കൊടുത്തോണ്ട് കപ്പലണ്ടി 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 എന്ന് പറഞ്ഞോണ്ട് നടക്കാം. അങ്ങനെ നടന്ന ആരേലും മേടിക്കു വച്ചാ? അല്ല, അച്ഛൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്റെ ബിസിനസ് ടൂറിന്റെ കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാ. അച്ഛന്റെ പൊന്നച്ഛ, ഞങ്ങൾ അറിഞ്ഞു അച്ഛന്റെ ചിട്ടി കമ്പനി പൊട്ടി. നാട്ടുകാരെല്ലാരും കൂടെ അച്ഛനെ മേഞ്ഞപ്പം അച്ഛൻ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി ഇങ്ങോട്ട് വന്ന കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു, കേട്ടോ. നമ്മള് നേരെ വഴി കൂടെ ഉണ്ടാക്കുന്ന കാശേ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. അല്ലാതെ ഏത് വഴി കൂടെ നമുക്ക് കാശ് കിട്ടിയാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അച്ഛാ. ഇനി എന്താണ് അച്ഛന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി എന്തായാലും നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാ പിന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്യും,
ഇത്രയും നാൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയല്ലേ നമ്മളെ കടയിൽ ക്യാഷ്യർ ആയിട്ടിരുന്നോ? വേണ്ട മക്കളെ, ഇത്രയും നാള് കാശുണ്ടായിട്ട് തന്നെ അച്ഛനെതിരി മനസമാധാനം ഇല്ലാത്ത ഒരു ഓട്ടമായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് ഇത്തിരി മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. നീയല്ലേ ഈ കടയിലെ ബിസിനസ് ഒക്കെ നോക്കുന്നത്, നീ തന്നെ അങ്ങ് ചെയ്തോ ക്യാഷ്യർ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ജോലി ചെയ്ത് ആ സമ്പാദ്യത്തിൽ ഉണ്ട് ഞാൻ ഇവിടെ ജീവിച്ചോളാം. അച്ഛനൊരു സ്പെഷ്യൽ ചായ ഞാൻ തരുന്നുണ്ട് കേട്ടോ. അച്ഛന് നമ്മളോട് കൂടിയല്ലോ. കൂടി. ഓക്കെ.